ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഉണർന്ന ഉടനെ നെറ്റിയിൽ തൊട്ട ശേഷം ഈ ഒരു അക്ഷരം ഉരുവിട്ടാൽ എന്തു സാധിച്ചു കിട്ടുമെന്നുള്ളതാണ്. ചെയ്തു നോക്കുക. ജീവിതത്തിൽ നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അപാരമായ വശ്യമാണ്. മാത്രമല്ല ശിവഭഗവാൻ എന്താഗ്രഹം സാധിച്ചു തരും. രഹസ്യ ശിവവിദ്യയാണ്. ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത, ആരും പറഞ്ഞു തരാത്ത ശിവവിദ്യയാണ്. ഇത് പറഞ്ഞു തരുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്, അല്ലാതെ എൻ്റെ കഴിവോ എൻ്റെ അറിവോ ഒന്നുമല്ല. എനിക്ക് അറിവേ ഇല്ല. ഭഗവാൻ തരുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ ഓരോ സമയം പ്രാണനിൽ ഭഗവാന്റെ വിദ്യ ചെയ്യുന്നതാണ് ശിവവിദ്യ. ഇപ്പം ഇത് ഞാൻ ഈ ശിവന്റെ ചില രഹസ്യ വിദ്യകൾ പറഞ്ഞു കൊടുത്തവർക്കൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പം UK എന്നൊരു അമ്മ എനിക്ക് മെസ്സേജ് ചെയ്തു. അവർ ക്ലെയിമിൻ്റെ തന്നെ ഞാൻ പറഞ്ഞൊരു വിദ്യ ചെയ്ത് അവരുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു. അവർ UK എന്ന്. അപ്പം ഞാൻ ആ വിദ്യയും പറഞ്ഞുതരാം, അത് അവസാനം പറഞ്ഞുതരാം. അപ്പം ആദ്യം പറഞ്ഞു തരുന്നത് വേറൊരു വിദ്യയാണ്. ക്ലെയിമിൻ്റെ തന്നെ വിദ്യകളാണ് ഇന്ന് പറയുന്നത് കേട്ടോ. ഒന്നിലധികം വിദ്യകൾ പറയുന്നുണ്ട്. ഇപ്പം ഈ ക്ലെയിമിൻ്റെ വിദ്യ, ക്ലെയിം എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. ഇത് വിരൽ കൊണ്ട് നെറ്റിയുടെ ഭാഗത്ത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കാര്യം ചെയ്തിട്ട് വേണം ഈ മന്ത്രം ജപിക്കാൻ. ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും എങ്ങും ഇതുപോലെയുള്ള രഹസ്യമായ ശിവവിദ്യകൾ ഇത് ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് ഇത് കാണാനും ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. നല്ല കാര്യങ്ങളാണ്. എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമാണ്. സംഖ്യാ ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. ഒരുപാട് മെസ്സേജാണ് വരുന്നത്. ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയത്തുള്ളൂ. എന്നിട്ട് അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യമുണ്ട് വാട്സപ്പിൽ ചെറിയൊരു ചുരുക്കി മെസ്സേജ് ഇട്ടാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട എനിക്കറിയാം നല്ല കാര്യം പറഞ്ഞു തരും. പറഞ്ഞു തരുന്നതല്ല, ആത്മാർത്ഥമായിട്ട് പറഞ്ഞു തരത്തുള്ളൂ. അതിന് ഫീസൊന്നുമില്ല. വിശകലനം ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ നിശ്ചിത ഫീസ് വിശകലനം ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുണ്ട് വാട്സപ്പിൽ ചുരുക്കി ഇടണം. വലിയ കഥയായിട്ട് ഇട്ടാൽ എനിക്ക് നോക്കാൻ പറ്റത്തില്ല. എനിക്കറിയാവുന്ന നല്ല കാര്യമാണ് പറഞ്ഞു തരുന്നത്. സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു തരത്തുള്ളൂ. നല്ല കാര്യം മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ. എന്നാൽ അല്ലാതെ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും പറയത്തില്ല. ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന നല്ല കാര്യം മാത്രം. കാരണം നമ്മൾ ആ ശിവനെ വിശ്വസിക്കുന്ന ആളാണ്, ശിവവിദ്യ എന്ന ആളാണ്. നമ്മൾ ആ സത്യത്തെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം. ഇപ്പോൾ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാൽ നോക്കാൻ സാധിക്കത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ്. ആവശ്യമുള്ളവർ വാട്സപ്പിൽ ഇടുക. പ്രിയാമം പറ്റുന്ന പോലെ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. ഇതാണ് സാഹചര്യം. ഇനിയും വീഡിയോയിലേക്ക് വരാം. ഉണർന്ന ഉടനെ കിടക്കപ്പ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ശിവവിദ്യയാണ്. നിങ്ങൾ നിങ്ങളുടെ നെറ്റിയിൽ വലത് കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട്, ഇത് ചിലപ്പോൾ ഇടത് കൈയായിട്ട് തോന്നും, അത് വീഡിയോ കാണുമ്പോൾ തോന്നുന്നതാണ്. പറയുന്ന കേൾക്കുക. വലത് കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് ഇങ്ങനെ ഒരു ത്രികോണം വരയ്ക്കുക. കണ്ടല്ലോ, ഇതുപോലെ ഒരു ത്രികോണം വരയ്ക്കുക. വലത് കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് എന്നിട്ട് ഇങ്ങനെ ഒരു വര വരച്ചു, ഇങ്ങനെ ഒരു വര വരച്ചു, രണ്ട് വരയും കൂട്ടി യോജിപ്പിക്കുന്നു. ഒരു ത്രികോണം വരയ്ക്കുക നെറ്റിയുടെ മധ്യത്തിൽ. എന്നിട്ട് ആ ത്രികോണത്തിനുള്ളിൽ ഒരു ശിവലിംഗം സങ്കല്പിച്ച് കണ്ണടച്ച് മനസ്സിൽ ക്ലെയിം 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 എന്ന് മനസ്സിൽ ജപിക്കുക. വാഗൊണ്ടല്ല, മനസ്സിൽ ജപിക്കുമ്പോൾ ഈ ശിവലിംഗത്തെ നിങ്ങൾ ജപിക്കുന്ന ആ ഒരു ശബ്ദം തട്ടുന്നതായിട്ട് സങ്കല്പിക്കുക. മനസ്സിലാണ് ജപിക്കുന്നത്. പക്ഷെ മനസ്സിൽ ജപിക്കുമ്പം ആ ക്ലെയിം എന്ന് ജപിക്കുമ്പോൾ ഉള്ള വൈബ്രേഷൻ എന്ന് വെച്ചാൽ ആ ഒരു ശബ്ദം ശിവലിംഗത്തെ തട്ടുന്നതായിട്ട് സങ്കല്പിച്ച് ജപിക്കുക. മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ മതി. ഇതൊരു 1/2 മിനിറ്റോ 1 മിനിറ്റോ അല്പനേരം ചെയ്താൽ മതി. നിങ്ങളുടെ എല്ലാ കാര്യവും ഭഗവാൻ സാധിച്ചു തരും. അത്ഭുതകരമായ ക്ലെയിമിൻ്റെ വിദ്യയാണ് ഇത്. ആരും പറഞ്ഞു തരത്തില്ല. ഇത് ഇവിടെ ജപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഭ്രൂമധ്യത്തിലെ ആ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടായി വരും. ഭ്രൂമധ്യം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇവിടെ അല്ലേ പോലും ഇങ്ങനൊരു അകത്തോട്ട് ഒരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും 4 കൂടുന്ന ഒരു ജംഗ്ഷനിലാണ്, അകത്താണ്. പക്ഷെ ഇവിടെ ഒരു ത്രികോണം വലതുകൈയുടെ ചൂണ്ടുവിരലുകൊണ്ട് വരച്ച് അതിനുള്ളിൽ ശിവലിംഗം സങ്കല്പിച്ച്, ത്രികോണത്തിനുള്ളിൽ ശിവലിംഗം സങ്കല്പിച്ച് കണ്ണടച്ച് മനസ്സിൽ ക്ലെയിം 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 എന്ന് ജപിക്കുക.
ഓരോ ക്ലീമും ആ ശിവലിംഗത്തെ ചെന്ന് തട്ടുന്നതായിട്ട് സങ്കല്പിക്കുക. ക്ലീം എന്നുള്ള അക്ഷരം ആ ശിവലിംഗത്തെ ആ ശബ്ദത്തോടൊപ്പം ചെന്ന് സ്പർശിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഇതിനപ്പുറത്തൊരു വിദ്യയില്ല. നിങ്ങളുടെ എല്ലാ മനോകാമനകളും ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു വരും. ഒരു ദിവസം ചെയ്തുകൊണ്ടെന്നല്ല, നിത്യവും ചെയ്യുക. രാവിലെ ചെയ്യുക, രാവിലെ മാത്രം ചെയ്താൽ മതി. ഭഗവാൻ വൈകിട്ട് ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ, വൈകിട്ടും ചെയ്യുക. പക്ഷെ രാവിലെ നിർബന്ധമായിട്ട് ചെയ്യുക, ഉണർന്ന ഉടനെ കിടക്കപ്പായ ഇരുന്നുകൊണ്ട്. ഭഗവാൻ സർവ്വ ആഗ്രഹങ്ങളെ സാധിച്ചു തരും. നല്ലൊരു ജോലി വേണം, അല്ലെ നല്ലൊരു കുടുംബം വേണം, അല്ലെ നല്ലൊരു ഉയർച്ച വേണം, അപാരമായ വശ്യമുണ്ടാകും. സർവ വശ്യമാ. ദേവതകളെ, അതായത് ദേവതകളെ വരെ വശ്യമാകും. നമ്മുടെ ധനം, സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച എല്ലാം നമുക്ക് വശ്യമായി തീരും എന്നുള്ളതാണ്. നമ്മുടെ മനോകാമനകളെല്ലാം ഭഗവാൻ നടത്തി തരും. ഒന്നും അങ്ങോട്ട് ആവശ്യപ്പെടേണ്ട. ഈ വിദ്യ നിത്യേന രാവിലെ ചെയ്യുക. ഈ ഭ്രൂമധ്യത്തിലാണ് എല്ലാ രഹസ്യങ്ങളും ഇരിക്കുന്നത്. ഭ്രൂമധ്യത്തിലാണ് ആരിയ്ക്കുന്നത്? ആ സാക്ഷാൽ ശിവൻ, സദാശിവൻ ഇരിക്കുന്നത്. സദാശിവ തത്വം ഭ്രൂമധ്യത്തിലാണ്. അകാരവും ഉകാരവും മകാരവും എല്ലാം ചേരുന്ന ആ ഓംകാരമായ ആ ഭഗവാൻ സദാശിവൻ, പരബ്രഹ്മമായ സദാശിവൻ, ആ ഭഗവാൻ ഭ്രൂമധ്യത്തിൽ വസിക്കുന്നു. ഭഗവാൻ ഭഗവാന്റെ ആ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. ഭ്രൂമധ്യമാണ് ഏറ്റവും രഹസ്യ സ്ഥാനം. ഈ ഭ്രൂമധ്യത്തിൽ ഭഗവാനെ ഇതുപോലെ ധ്യാനിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. എന്ത് കാര്യം ഭഗവാൻ നടത്തി തരും. ഇപ്പം നമുക്കെതിരെ വരുന്ന ഏത് ശത്രുക്കളും നിഷ്പ്രഭരായി പോകും. അതുപോലെ നമ്മളുടെ എതിരെ പ്രവർത്തിക്കുന്നവരൊക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ വിദ്യ ചെയ്യുന്നവരെ. ഇത് നിത്യേന രാവിലെ ചെയ്യുക. ഇതിന് ശുദ്ധി അശുദ്ധിയൊന്നുമില്ല. ഇത് ഭഗവാനെ ഭക്തിയോടെ വിശ്വാസത്തോടെ ആര് ചെയ്യുന്നു അവർക്ക് ഭഗവാനിൽ ലയമുണ്ടാകും. ഭഗവാനിൽ മനസ്സ് ലയിക്കും. മനസ്സ് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഉള്ളിൽ ഭഗവാനാണ് പ്രവർത്തിക്കുന്നത്. ഇത് അതിസൂക്ഷ്മമായ വിദ്യയാണ്. നമുക്ക് ഈ വിദ്യ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ധനം, സമ്പത്ത്, ഐശ്വര്യം, നല്ല കുടുംബം, സർവവശ്യം ജീവിതത്തിൽ എല്ലാം ഉണ്ടാകാൻ വേണ്ടിയാണ്. സാധാരണക്കാർക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. ഇതിനെ എതിർക്കാൻ, ഇതിനെ തടുക്കാൻ ഒരു വിദ്യയില്ല. ഭ്രൂമധ്യത്തിൽ ശിവനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ അത് കളി വേറെയാ, മറ്റൊന്നുമല്ല. നമുക്ക് വേണ്ട എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ തരും. എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാവും. അപ്പം ഞാൻ പലർക്കും അറിയാവുന്നവർക്ക് ഇത്തരം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടാകാറുമുണ്ട്. അപ്പം ഈ ക്ലെയിമിന് ഒരുപാട് ശക്തിയുണ്ട്. അത് ശിവലിംഗത്തെ ആ ക്ലെയിം എന്ന അക്ഷരം ചെന്ന് തട്ടുന്നതായിട്ട് സങ്കല്പിച്ച് ആ ക്ലെയിം എന്ന ശബ്ദം മനസ്സിൽ സങ്കല്പിക്കുക. മനസ്സിൽ ക്ലെയിം എന്ന് ജപിക്കുമ്പം ആ ക്ലെയിം എന്ന ശബ്ദത്തോടു കൂടി ആ ശിവലിംഗത്തെ വന്ന് ആ ക്ലെയിം ഇങ്ങനെ സ്പർശിക്കുന്നതായിട്ട്, ആ അക്ഷരം സ്പർശിക്കുന്നതായിട്ട് സങ്കല്പിച്ചാൽ അതിനോളം രഹസ്യവിദ്യ വേറെ ഇല്ല. അതാണ് അതിൻ്റെ രഹസ്യം. നിങ്ങൾ നിത്യേന ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കും. നിങ്ങളെ അന്ന് വരെ കണ്ടിട്ട് പരിചയം ഉണ്ടായിട്ടും മിണ്ടാത്തവർ ഇങ്ങോട്ട് കയറി മിണ്ടും. ഒരു പരിചയമില്ലാത്തവർ വരെ കയറി മിണ്ടും. പരീക്ഷിക്കാൻ ഞാൻ പറയത്തില്ല, നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. ഒരു പരിചയമില്ലാത്തവർ ഇങ്ങോട്ട് കയറി ചിരിക്കും, വർത്തമാനം പറയും. ഇത് ആശ്ചര്യകരമായ വിദ്യ. ഇതൊക്കെയാണ് വിദ്യകൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് തൊഴിൽ ചെയ്താലും അതിൽ നിങ്ങൾ ഏറ്റവും ഉയർച്ചയിലെത്തും. ഇപ്പം നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ശ്രീം മഹാലക്ഷ്മി ബീജമാണ് സമ്പത്തിൻ്റെ ഉറവിടമെന്ന്. അത് ശരി തന്നെയാണ്. പക്ഷേ അതിനെക്കാട്ടി എത്രയോ ഇരട്ടി സമ്പത്തും ഐശ്വര്യം തരാൻ ക്ലെയിമിന് ശക്തി ഉണ്ടെന്ന് അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പലർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ക്ലെയിമിന് ശക്തിയുണ്ട്. അതിലും എത്രയോ ഇരട്ടി വശ്യവും സമ്പത്തും. ഈ വലിയ സമ്പത്തുണ്ടായവർ പലരും, അല്ലെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പലരും ഈ ക്ലെയിം എന്നുള്ള ബീജത്തിന് ശക്തി അറിയാവുന്നവരാണ്. സമ്പത്ത് തരാൻ പറ്റും, വശ്യമാണ്, ഏത് കാര്യങ്ങളും നേടിത്തരാൻ പറ്റും. രഹസ്യമായ ജ്ഞാനം ഉള്ളിൽ കിട്ടും. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്താൽ അത് വിജയിക്കാം എന്നൊരു സൂക്ഷ്മ അറിവ് നിങ്ങളുടെ ഉള്ളിൽ കിട്ടും. ക്ലെയിം ജപിക്കുന്നവർക്ക് അവർക്ക് ജ്ഞാനം തനിയെ ഉണ്ടായി വരും. അവരുടെ ജ്ഞാനം അന്തർജ്ഞാനം ഉണ്ടായി വരും. അത് ഞാൻ മനസ്സിലാകുന്നു. ഒരു കാര്യം എങ്ങനെ ചെയ്യണമെന്ന് അവർക്കറിയാം. സൂക്ഷ്മ ജ്ഞാനം കിട്ടും. അതാണ് ക്ലെയിമിൻ്റെ രഹസ്യം. മാത്രമല്ല ഇത് ചെയ്യുന്നവർക്ക് ഇപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹമാണ്,
ഭാര്യ ഭർത്താവ് ഐക്യത്തിലാകും. ആര് വേണേലും ഐക്യത്തിലാകാനും എല്ലാ സുഖഭോഗങ്ങൾ അനുഭവിക്കാനും ഈ ക്ലീം എന്ന വശ്യബീജത്തിന് ശക്തി ഉണ്ടെന്നറിയുക. ജീവിതം ഏറ്റവും സന്തോഷകരമായി മുന്നോട്ട് പോകാൻ പറ്റും. എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. എന്നും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകും. അത്ഭുതകരമായ വിദ്യയാണ് ഈ ക്ലീമിൻ്റെ. ഇത് നിങ്ങൾ ആര് ഈ രീതിയിൽ ജപിക്കുന്നോ അവരുടെ എല്ലാ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടായി വരും. അതായത് എത്ര പ്രതിസന്ധികളെ മാറ്റാൻ പറ്റും. നിങ്ങൾ എവിടെ ചെല്ലുമ്പോഴും, ഇപ്പം നമ്മൾ ഒരു ഓഫീസിൽ ചെന്നു, ആ ഓഫീസിൽ നമ്മൾ പോയ കാര്യം നടക്കുന്നില്ല, ഈ വിദ്യ ചെയ്യുക. വിശ്വാസത്തോടെ ചെയ്താൽ ആദ്യം ചിലപ്പം വശപ്പെട്ടില്ലേ പോലും ഇത് പലതവണ ചെയ്യുമ്പോൾ ആ കാര്യം നടന്നു കിട്ടും. ചിലർക്ക് ആദ്യം തന്നെ വശപ്പെടും. ഇത് ആവർത്തിച്ച് ചെയ്യുക, ആ കാര്യം നടന്നു കിട്ടും. നമ്മൾ എന്നിട്ട് പലതവണ ശ്രമിക്കുക കൂടെ ചെയ്യണം. ഉറപ്പായിട്ടും ആ കാര്യം നടന്നു കിട്ടും. നമുക്ക് ന്യായമായിട്ട് നടക്കാവുന്ന കാര്യമാണെങ്കിൽ. അതുപോലെ തന്നെ മക്കളൊക്കെ ഈ എന്ത് പറഞ്ഞാലും കേൾക്കും. ഈ വിദ്യ ചെയ്തിട്ട് മക്കൾ എന്ത് പറഞ്ഞാലും കേൾക്കും. ഇനിയിപ്പം മക്കൾ ചെയ്താണ് അച്ഛനും അമ്മയും മക്കൾ അനുകൂലമായിട്ട് പ്രവർത്തിക്കും. ഭാര്യ ഭർത്താവും ഐക്യമാകും. തൊഴിലിടത്ത് ബോസും താഴെയുള്ള സബോർഡിനേറ്റ്സും തമ്മിൽ ഐക്യമാകും. പിന്നെ ഇത് രാഷ്ട്രീയ നേതാക്കൾക്ക് ഏറ്റവും നല്ലതാണ്. ജനങ്ങൾ ഒരിക്കലും അവരെ വിട്ടു പോകത്തില്ല. അവരെന്ത് പറഞ്ഞാലും ജനങ്ങൾ കേൾക്കും. ഭയങ്കര ജനവശ്യമാണ്, സമ്പത്ത് വശ്യമാണ്, ലോകവശ്യമാണ്, സർവവശ്യമാണ്, സ്ത്രീവശ്യമാണ്, പുരുഷവശ്യമാണ്, ദേവതാവശ്യമാണ്, സർവവശ്യമാണത്. എന്തുകൊണ്ട് അത്രയും വശ്യമാകുന്നറിയാവോ? ശിവലിംഗത്തെ ക്ലീം എന്ന ആ അക്ഷരം മനസ്സിൽ ജപിക്കുമ്പോൾ ആ അക്ഷരം ശിവലിംഗത്തെ ചെന്ന് സ്പർശിക്കുന്നതായിട്ട് സങ്കല്പിച്ച ചെറിയൊരു ക്ലീം എന്ന ശബ്ദത്തോടു കൂടി മനസ്സിൽ കാണുക. അത് ഇവിടെ ശിവലിംഗം ഒരു ത്രികോണം വരച്ച് അതിനുള്ളിൽ ശിവലിംഗം സങ്കല്പിച്ച് ആ ശിവലിംഗത്തെ മനസ്സിൽ ക്ലീം എന്ന് ജപിക്കുമ്പോൾ ക്ലീം എന്ന അക്ഷരം മനസ്സിൽ കാണുക. അത് ശിവലിംഗത്തെ ചെന്ന് സ്പർശിക്കുമ്പം ഒരു ക്ലീം എന്ന ശബ്ദവും കൂടെ ഉണ്ടാകുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. അപാരമായ വിദ്യയാണ് ഇത്. നിത്യേന ചെയ്യുന്നവൻ അല്ലെ ചെയ്യുന്നവർ ആരും ആയിക്കോട്ടെ, അവരുടെ ഏത് കാര്യത്തിനും തടസ്സങ്ങൾ മാറിക്കിട്ടും എന്നുള്ളതാണ്. അവർക്ക് ഏത് തരത്തിലുള്ള ഏത് ശത്രുക്കൾ എന്ത് ചെയ്താലും ഏക്കത്തില്ല. എന്തും ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. എത്ര വലിയ ആളുകൾ വരെ ചെയ്തോട്ടെ, എതിരെ ചെയ്തോട്ടെ, ഒരു ചുക്കുമില്ല, ഒരു കുന്തം പറ്റത്തില്ല. ചെയ്യുന്നവൻ്റെ തിരിച്ചു പോയി അവരുടെ വേറെ വഴി ഓടിപ്പോകും. കാരണം ഈ ശിവലിംഗത്തെ വെച്ചുള്ള കാര്യമാണ്. ഭഗവാന്റെ ഒരു കഥയുണ്ടല്ലോ, അതായത് മാർക്കണ്ഡേയ മുനിയുടെ കഥ. മാർക്കണ്ഡേയന്റെ അച്ഛനും അമ്മയും ശിവനെ പ്രാർത്ഥിച്ചു, ഒരു കുട്ടിയെ തരണമെന്ന് പറഞ്ഞു. അപ്പോഴ് മാർക്കണ്ഡേയന് ഭഗവാൻ ശിവൻ രണ്ട് കാര്യം പറഞ്ഞു. ഒന്നുകിൽ ആയുസ് കൂടുതലുള്ള ഒരു കുട്ടിയെ കൊടുക്കാം, പക്ഷെ അവൻ മണ്ടനായിരിക്കും. അല്ലെ 16 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു കുട്ടിയെ കൊടുക്കാം. 16 വയസ്സാണെന്ന് തോന്നുന്നു, അത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, എൻ്റെ ഓർമ്മ വെച്ചായി പറയുന്നത്. 16 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു കുട്ടിയെ തരാം. അവൻ അതിബുദ്ധിമാനും മിടുക്കനുമായിരിക്കും. ഇതിൽ ഏത് തരത്തിലുള്ള കുട്ടിയെ വേണം എന്ന് ഭഗവാൻ ചോദിച്ചപ്പോൾ മാർക്കണ്ഡേയ മുനിയുടെ മാതാപിതാക്കൾ പറഞ്ഞു, 16 വയസ്സ് വരെ ജീവിച്ചാലും മിടുക്കനും ബുദ്ധിമാനുമായ ഒരു കുട്ടിയെ വേണം. ശിവഭഗവാൻ അനുഗ്രഹിച്ചവരെ. അങ്ങനെ കുട്ടി ഉണ്ടാകുന്നു. ആ കുട്ടിയാണ് മാർക്കണ്ഡേയ മഹർഷി. ആ കുട്ടിക്ക് 16 വയസ്സ് അടുക്കും തോറും മാതാപിതാക്കൾക്ക് ഭയങ്കര വിഷമമാണ്. എന്നാൽ അവർക്കറിയാം ഇതിന് 16 വയസ്സ് വരെ ആയുസുള്ളത്. അപ്പം ലാസ്റ്റ് കുട്ടി മാതാപിതാക്കളുടെ വിഷമം കണ്ട് പലപ്പോഴും ചോദിച്ചു, എന്താണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്? അപ്പം മാതാപിതാക്കൾ കുട്ടിയോട് പറഞ്ഞു കൊടുത്തില്ല. ഇങ്ങനെ കുട്ടി നിരന്തരം നിർബന്ധിച്ചപ്പം മാതാപിതാക്കൾ പറഞ്ഞു, അയ്യോ മകനെ, ഇങ്ങനെയാണ് കാര്യം, നിനക്ക് ഇത്ര ആയുസ് ഭഗവാൻ തന്നിട്ടുള്ളൂ, ഉടനെ അതിനെന്താ വിഷമിക്കുന്നത്? അതിനാ മാതാപിതാക്കൾ വിഷമിക്കണ്ട. ഈ ബുദ്ധിമാനാണ് ഈ കുട്ടി, ഈ ബുദ്ധിക്ക് വിശേഷ ബുദ്ധിയുണ്ട്. കുട്ടി എന്തെടുത്തു? അന്ന് മുതൽ ശിവനെ വിളിക്കാൻ തുടങ്ങി. ശിവനെ വിളിച്ച് നിരന്തരം ഭഗവാനെ വിളിക്കാൻ ആ കുട്ടി കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു, ഭഗവാൻ ആയുസ് തിരുത്തും, അല്ലെ ജീവിതം മാറ്റുമെന്ന്. ആ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലും വേണ്ടത്. അല്ലെ അവിടെ ആരെങ്കിലും എവിടെങ്കിലും പോയി, അല്ലെ ഇവിടെ ആരെങ്കിലും എവിടെങ്കിലും പോയി, അല്ലെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പുറകെ പോകുന്നവർ ഒരിടത്തും രക്ഷപ്പെടത്തില്ല. നമ്മുടെ വിശ്വാസം ഉറച്ചു നിൽക്കണം. അപ്പം അതാണ് മാർക്കണ്ഡേയന്റെ വിശ്വാസം എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ലാസ്റ്റ് 16 വയസ്സായി. 16 വയസ്സ് തികയുന്ന അന്ന് കാലം വന്നു മാർക്കണ്ഡേയനെ കൊണ്ടുപോകാൻ.
മാർക്കണ്ഡേയൻ ഒന്നും നോക്കിയില്ല, നേരെ പോയി ശിവലിംഗത്തെ പിടിച്ചു ചുറ്റിപ്പിടിച്ച് ഓം നമഃ ശിവായ ജപിച്ചുകൊണ്ട്. മാർക്കണ്ഡേയൻ ഒരു സംശയവും ഇല്ല, ഒറ്റ മനസ്സ്, ഒറ്റ ബുദ്ധി, ഒറ്റ ചിന്ത, വേറൊരു ചിന്തയില്ല, ഭഗവാനെ എന്നുള്ള ചിന്ത. കാലൻ ഇന്ന് സമയമായി, മാർക്കണ്ഡേയനെ കൊണ്ടുപോകാനുള്ള സമയമായി. കാലൻ വടമെറിഞ്ഞു. കാരണം കാലന്റെ ഡ്യൂട്ടി ചെയ്യണമല്ലോ. അപ്പൊ ഈ വടം ചെന്ന് മാർക്കണ്ഡേയനെ വീണപ്പം ശിവലിംഗത്തെ കൂട്ടി ആ വടം വീണ. കാരണം ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചിരിക്കുക. അപ്പോൾ വടം ഇടുമ്പോൾ ശിവലിംഗത്തെ കൂടെ വടം ഉൾപ്പെടെയാണ് വടം വീണത്. എന്നിട്ട് പുള്ളി വലിച്ചപ്പോൾ ശിവലിംഗം ഇളകി. ഇന്നത്തെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ഭഗവാൻ കാലനെ ഭസ്മമാക്കി കളഞ്ഞു. അതാണ് കാലനില്ലാത്ത കാലം എന്ന് പറഞ്ഞ കഥയുണ്ട്. അപ്പൊ ഇത് പിന്നെ കാലന് ആ പഴയ രൂപം കിട്ടിയതും ഒക്കെ ഭഗവാൻ, പിന്നെ എത്രയോ കഥകള്. ഈ ശിവലിംഗത്തെ തൊട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അത് ചില്ലറ കളിയല്ല. പക്ഷെ അത് ചെയ്യുമ്പോൾ നമ്മൾ ഭഗവാനെ എന്നുള്ള ഭക്തി, അതോടൊപ്പം ശനിയാഴ്ചകളിലും നിങ്ങളുടെ പക്കനാളിലും ഭഗവാന് പാൽപ്പായസം, പാർവ്വദേവിക്ക് പിൻവിളക്ക്, കൂവളത്തിലാർച്ചന, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഇതൊക്കെ ചെയ്ത് ഭഗവാനോട് നന്ദിയും പറയണം. കാരണം ഭഗവാന്റെ ആ മനസ്സുകൊണ്ട് പോലും ശിവലിംഗത്തെ ഒന്ന് സ്പർശിച്ചാൽ, മനസ്സുകൊണ്ട് പോലും ഈ വിദ്യ ചെയ്യുമ്പോൾ നമ്മൾ ശിവലിംഗത്തെ മനസ്സുകൊണ്ട് സ്പർശിക്കുക. നമ്മുടെ പ്രമദത്തിലാണ് സങ്കല്പിക്കുന്നത്. മഹാപുണ്യം. ഈ വലിയ കാട്ടുതീയിൽ മരങ്ങൾ കത്തി ചാമ്പലാകുന്ന നിമിഷങ്ങൾ മതി. അതാണ് കാട്ടുതീയുടെ ശക്തി. കാട്ടുതീയുടെ ശക്തി എന്ന് വെച്ചാൽ ആ മരങ്ങളൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ കത്തി ചാമ്പലാകും. അത്ര പവർഫുള്ളായി കാട്ടുതീ എന്ന് പറയുന്നത്. അതുപോലെയാണ് നിങ്ങളുടെ പാപങ്ങൾ, എത്ര ജന്മങ്ങളായിട്ടുള്ള പാപങ്ങളും നിമിഷം കൊണ്ട് ശിവനാമം ജപിച്ചാൽ ഇല്ലാതായി തീരും. ചുമ്മാ ജപിക്കരുത്. ഭഗവാനെ എന്നുള്ള നിഷ്കളങ്കമായ ഭക്തി വേണം. അല്ലാതെ അപ്പുറത്തെ ചെറുക്കന് ആരുടെയെങ്കിലും കൂടെ പോയി, ഇപ്പുറത്തെ പെണ്ണ് ആരുടെയെങ്കിലും കൂടെ പോയി, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും മനസ്സിൽ വന്നിട്ട് ഭഗവാനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. മനസ്സിൽ ദുഷ്ടത വരരുത്, കുശുമ്പ് വരരുത്, അസൂയ വരരുത്, ഞാനെന്നുള്ള അഹങ്കാരം വരരുത്, പൊങ്ങച്ചം വരരുത്. ഇതെല്ലാം എൻ്റെ വികാരങ്ങളാ. ആ വികാരങ്ങൾ എൻ്റെ വികാരങ്ങൾ മാത്രം. അത് ഉണ്ടെങ്കിൽ ഈ പ്രാർത്ഥന അങ്ങ് ചെല്ലത്തില്ല. അത് നമ്മുടെ ഉള്ളിൽ നിഷ്കളങ്കമായ ഒരു കുട്ടിയുടെ മനസ്സോടുകൂടി, അഹങ്കാരമില്ലാതെ, അഭിമാനമില്ലാതെ ഭഗവാനെ സങ്കല്പിച്ച് ഈ വിദ്യ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ അപാരമായ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ഭഗവാൻ എന്ന് പറഞ്ഞാൽ നന്മയാണ് കേട്ടോ. എല്ലാ ഈശ്വരന്മാരും നന്മയാണ്. പിന്നെ പലരും മുതലെടുപ്പിന് വേണ്ടി അവരുടേതായ രീതിയിൽ പല കാര്യങ്ങളും ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കുക, ചൂഷണം പല രീതിയിൽ പറഞ്ഞു തന്നിരിക്കാം. പക്ഷെ അതൊക്കെ പറയുന്നവരുടെ, അല്ലെങ്കിൽ ആ ചെയ്യുന്നവരുടെ, അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുന്നവരുടെ പ്രശ്നമാണ്. ഈശ്വരന്മാരെല്ലാം നന്മ മാത്രമാണ് കേട്ടോ. ഇന്ന് ഏറ്റവും കൂടുതൽ ആധ്യാത്മിക മേഖലയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. മനസ്സിലായില്ലേ? അത് ഈശ്വരന്റെ നാമം പറഞ്ഞാണ് ചൂഷണങ്ങൾ നടക്കുന്നത് കൂടുതലും. അത് 90% ആളുകളും നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു 10% ആളുകൾ കാണും ചൂഷണം ചെയ്യാൻ നടക്കുന്നത്. അത് നമ്മൾ ബുദ്ധി കൊണ്ട് തിരിച്ചറിയണം. നമ്മുടെ ബുദ്ധി കൊണ്ട് തിരിച്ചറിയണം. നല്ല കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുക. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നന്മ, അതെപ്പോഴും മനസ്സിലാക്കുക. ഈശ്വരന് നിങ്ങളുടെ മനസ്സ് മതി എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലെ നന്മ മതി, വേറൊന്നും വേണ്ട. പിന്നെ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ വഴിപാടുകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശ്വരനുള്ളൊരു സമർപ്പണമാണ്. ആ വഴിപാട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയശുദ്ധി ഉണ്ടാകാൻ വേണ്ടിയാണ്. നമ്മൾ ഒരു കാര്യം ഒരു ഈശ്വരന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമാകും. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുമ്പോഴല്ല നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത്. ഞാനൊരു ചെറിയ കാര്യം പറയാം. ഞങ്ങളുടെ വീട്ടിൽ എന്നും രാവിലെ കാക്കകൾ വരും. അപ്പൊ ഈ കാക്കകൾ ഒരു 3-4-5-6 ഉണ്ട്. ഈ കാക്കകൾ വരുമ്പം ഞാൻ ബേക്കറിയിൽ നിന്നോ ഒക്കെ ചെറിയ റസ്കോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോ എടുത്ത് വെക്കും. കാക്കകൾ രാവിലെ വരുമെന്നറിയാം. ഈ കാക്കകളൊക്കെ ഞങ്ങൾ ഇച്ചിരി മുറിച്ചിട്ട് കൊടുക്കും. ഇത് നിങ്ങൾ വന്ന് എടുത്തുകൊണ്ട് പോകും. എന്നും കൃത്യസമയമാകുമ്പോൾ ഈ സമയത്ത് ഈ കാക്കകൾ വരും. ഇനി ഞങ്ങളെ ആരെങ്കിലും വെളിയിൽ കണ്ടില്ലെങ്കിൽ ഇത് വെളിയിരുന്നുകൊണ്ട് ക്രോ 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 എന്ന് പറഞ്ഞ് കരയും. ഞങ്ങൾ വെളിയിൽ വന്ന് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നിടം വരെ അത് പോകത്തില്ല. ഈ കാക്കകൾക്ക് ഈ തിരിച്ചറിവ് ആര് കൊടുത്തു? ഈശ്വരൻ കൊടുത്ത തിരിച്ചറിവാണ്. അപ്പം നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അതിനറിയാം ആ സമയത്ത് അതുങ്ങൾക്ക് ഭക്ഷണം നമ്മൾ കരുതി വെച്ചിട്ടുണ്ടാകുക എന്നുള്ളൊരു ബുദ്ധി. അപ്പം നമുക്ക് ഇതുങ്ങൾ ഭക്ഷണം കൊടുക്കുമ്പം ഇന്നും രാവിലെ മഴയായിരുന്നു. ആ മഴ സമയത്ത് പോലും കാക്ക മഴയത്തിരുന്നുകൊണ്ട് ക്രോ ക്രോ എന്നും പറഞ്ഞ കരഞ്ഞ് നമ്മൾ ഭക്ഷണം ഇട്ട് കൊടുത്ത് അതെടുത്തോണ്ട് പോയി. കുറച്ച് കാക്കകൾ വരും. ഇത് കൃത്യ ആ സമയത്ത് എല്ലാ ദിവസവും വരും. നമുക്ക് ഇത് കൊടുക്കുമ്പോഴും ഈ കാക്ക ഇത് ഭക്ഷിക്കുമ്പോഴും ഒരു സന്തോഷമുണ്ട്.
ആ സന്തോഷം നമ്മൾ എന്നാ ആഹാരം കഴിച്ചാലും കിട്ടത്തില്ല, നമുക്ക് എന്നാ പദവി കിട്ടിയാലും കിട്ടത്തില്ല, നമുക്ക് എത്ര പണം കിട്ടിയാലും കിട്ടത്തില്ല, ആ സന്തോഷം കിട്ടത്തില്ല. ഈ ഈ പിന്നെ പക്ഷികൾ ഇത് ഭക്ഷിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, ആ സന്തോഷമാണ് ഹൃദയശുദ്ധി ഉണ്ടാക്കുന്നത്. നമ്മൾ എന്തെങ്കിലും നല്ല മനസ്സോടെ ആർക്കെങ്കിലും കൊടുക്കുമ്പോഴോ ആണ് നമുക്ക് ഹൃദയശുദ്ധി വരത്തുള്ളൂ. ആ ഹൃദയശുദ്ധി ഉണ്ടാകുമ്പോഴേ ഈശ്വരനെ അറിയാൻ പറ്റത്തുള്ളൂ. ഹൃദയശുദ്ധി ഉണ്ടാകുന്നവരാണ് ആ ഒറ്റ തവണ വിളിച്ചാൽ മതി ഈശ്വരാന്ന്. കുരൂരമ്മ വലിയ മന്ത്രങ്ങളൊന്നും അല്ല ജപിക്കുന്നത്. എൻ്റെ കണ്ണാന്ന് വിളിച്ചാൽ മതി, കണ്ണൻ അവിടെ ഉണ്ട്. പൂന്താനം എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ചാൽ കൃഷ്ണൻ അവിടെ ഉണ്ട്. അവർ വലിയ മന്ത്രങ്ങളോ വലിയ മാലാമന്ത്രങ്ങളോ ഒന്നും അല്ല ജപിക്കുന്നത്, ഹൃദയം ശുദ്ധമാണ്. അതുകൊണ്ട് ഒറ്റ തവണ വിളിച്ചാൽ മതി, അവിടെ ഉണ്ട്. മാർക്കണ്ഡയൻ ഓം നമഃ ശിവായ ജപിച്ചു, ഭഗവാൻ അവിടെ ഉണ്ട്. പാഞ്ചാലി ഗോവിന്ദ എന്ന് വിളിച്ചു, ഭഗവാൻ ഓൺ ദ സ്പോട്ടിൽ പാഞ്ചാലി അനുഗ്രഹിച്ചു. ഹൃദയശുദ്ധി ഉള്ളപ്പോഴാണ് നമുക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നത്. ഈ ഹൃദയശുദ്ധിക്ക് വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ നമുക്കിഷ്ടമുള്ളത് സമർപ്പിക്കുന്നത്. ഹൃദയശുദ്ധി ഉണ്ടാകും. പിന്നെ ആ ദേവതയ്ക്ക് സമർപ്പിക്കുമ്പോൾ നമ്മളുടെ പൂർണ്ണ മനസ്സോടെ സമർപ്പിക്കുമ്പോൾ അത് ആ പൂർണ്ണമായിട്ട് നമുക്ക് ആ മനഃശുദ്ധിയോടെ ചെയ്യുമ്പോൾ ആ ദേവതയോട് നമ്മുടെ ഹൃദയശുദ്ധി ഉണ്ടായി വരുമ്പം നമ്മുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് ഫലം കാണും. അതാണ് അതിൻ്റെ രഹസ്യം. പിന്നെ ദേവതയ്ക്ക് വഴിപാട് സമർപ്പിക്കുന്നതിന് വേറെ പല മാനങ്ങളും തത്വങ്ങളും ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു വശമാണ് പറഞ്ഞു. നമ്മൾ ദേവതയ്ക്ക് ഒരു വഴിപാട് സമർപ്പിച്ചാൽ ആ ദേവത ആ സമർപ്പിക്കുന്നതിൻ്റെ ആ ഒരു ഊർജ്ജം അല്ലെ രസം സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത്. പറഞ്ഞു മനസ്സിലായി? അങ്ങനെ പല വശങ്ങളുണ്ട് അതിന്. പക്ഷേ പ്രധാനമായിട്ട് ഹൃദയശുദ്ധിയും കൂടെ ഉണ്ടാകും ആ കൂട്ടത്തിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ. അപ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ശിവഭഗവാനെ വിളിക്കുമ്പോൾ, നിഷ്കളങ്കമായി വിളിക്കുമ്പം നമ്മുടെക്ക് ഹൃദയശുദ്ധി ഉണ്ടായി വരും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി വരും. നമുക്ക് സമ്പത്ത് വരും, ഐശ്വര്യം വരും, നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും. നമുക്ക് എല്ലാം നല്ല നല്ല അനുഗ്രഹങ്ങൾ ദിവ്യമായ ഈശ്വര്യമായ അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഞാൻ UK ആ അമ്മ ഞാൻ പറഞ്ഞ ഒരു വിദ്യ ചെയ്ത് ആണ് അവരിപ്പോൾ UK എത്തിയെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. ആ വിദ്യ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അതുകൂടെ പറഞ്ഞുതരാം. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ ഇടത് കൈയുടെ ഉള്ളം കൈയിൽ ഒരു ശിവലിംഗം മനസ്സിൽ സങ്കല്പിച്ച് കണ്ണടച്ച് ക്ലീം എന്ന് ആ ശിവലിംഗത്തെ ചുറ്റും ക്ലീം എന്ന് നമ്മുടെ ക്ലീം എന്ന അക്ഷരം വട്ടം കറങ്ങുന്നതായിട്ട് സങ്കല്പിച്ച് ജപിക്കുക, മനസ്സ് ജപിക്കുക. ഇതെല്ലാ ദിവസവും രാവിലെ ചെയ്യുക. എല്ലാം ശിവഭഗവാന്റെ അപാരമായ അനുഗ്രഹം ഉണ്ടായി വരും. ഇത് രണ്ടാമത്തെ വിദ്യയാണ്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന ഒരു വിദ്യ ചെയ്താൽ മതി, എല്ലാം കൂടെ ചെയ്യണമെന്നില്ല. ഇത് രണ്ടാമത്തെ വിദ്യ. ഇങ്ങനെ ചെയ്തവരും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ആ UK പോയ അമ്മ ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ ഈ വിദ്യ ചെയ്തതാണ്. അപ്പോൾ ഇടത് കയ്യിൽ ഒരു ശിവലിംഗം സങ്കല്പിക്കുക കറുത്ത രൂപത്തിൽ. അതിന് ചുറ്റും ക്ലീം എന്ന അക്ഷരം വട്ടം കറങ്ങുന്നതായിട്ട് സങ്കല്പിച്ച് മനസ്സിൽ ക്ലീം എന്ന് മനസ്സിൽ ജപിക്കുക. ഒന്നും ആവശ്യപ്പെടേണ്ട, നിത്യേന രാവിലെ കിടക്കപ്പായിരുന്നു ചെയ്യുക, ഭഗവാൻ എല്ലാം സാധിച്ചു വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ നെറ്റിയിലുള്ള ശിവലിംഗത്തിന്റെ വിദ്യ ചെയ്യാം, അല്ലെങ്കിൽ ഉള്ളം കയ്യിൽ വെച്ച് ശിവലിംഗത്തിന്റെ വിദ്യ ചെയ്യാം. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. രണ്ടും ഫലം കിട്ടുന്നതാണ്, രണ്ടും അപാരമായ അനുഗ്രഹം കിട്ടുന്നതാണ്. ഇത് വേറെ ആരും ലോകത്തിൽ ഇതുപോലെ പറഞ്ഞു തരത്തില്ല. ലക്ഷങ്ങൾ കൊടുത്താലും ജന്മങ്ങൾ പുറകെ നടന്നാലും ഗുരു പറഞ്ഞു കൊടുക്കാത്ത രഹസ്യവിദ്യയാണിത്. പിന്നെ ചില ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കും, ചിലർ പറഞ്ഞു കൊടുക്കണമെന്നില്ല. അങ്ങനെയുള്ള വിദ്യകളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനീ പറയുന്ന കാര്യങ്ങൾ വേറെ ഒരിടത്ത് നിങ്ങൾക്ക് കിട്ടത്തില്ലെന്ന് പറയുന്നത്. ഞാൻ വളരെ ചെറുപ്പത്തിലെ ആധ്യാത്മികമായ ക്രിയാകുണ്ടലിനി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. ഇപ്പോൾ ശിവനെ പ്രാണനിൽ ധ്യാനിക്കുന്നു. അങ്ങനെ അനേകം വിദ്യകൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ചെയ്യുന്നു. പക്ഷെ എങ്കിലും ഞാൻ ആരുമല്ല, ഒന്നുമല്ല. എനിക്കൊരു അറിവുമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയും ഈ ശിവവിദ്യ നിങ്ങൾ രാവിലെ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും എന്നുള്ളതാണ് ശിവഭഗവാന്റെ. അപ്പോഴേ ഇടത് കൈയുടെ ഉള്ളം കൈയിലാണ് ധ്യാനിക്കുന്നത് കേട്ടോ, ശിവലിംഗം. അപ്പൊ ഈ ശിവനും ക്ലെയിമും ആയിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ ചില രഹസ്യങ്ങളുണ്ട്. ക്ലെയിം എന്നുള്ള വിദ്യ ആര് ചെയ്താലും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും, ഐശ്വര്യങ്ങളുണ്ടാവും. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പണം വെക്കുന്ന പേഴ്സ് കയ്യിൽ പിടിച്ച് നെഞ്ചോട് ചേർത്ത് വാഗൊണ്ട് 3 തവണ
ക്ലെയിം 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 എന്ന് ഉച്ചരിക്കുക. അത് കിടക്കപ്പായി എഴുന്നേറ്റിട്ട് ചെയ്യുക. ഇനി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പും പേഴ്സിൽ പണം വെച്ചിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ക്ലെയിം 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 എന്ന് വാ കൊണ്ട് 3 തവണ ജപിക്കുക. പിന്നെ നമ്മൾ പേഴ്സിൽ നിന്ന് എപ്പം പൈസ എടുത്താലും മനസ്സിൽ ക്ലെയിം എന്ന് ജപിക്കുക. എപ്പം പൈസ വെച്ചാലും മനസ്സിൽ ക്ലെയിം എന്ന് ജപിക്കുക. ഇത് 3ാമത്തെ വിദ്യ. ഈ വിദ്യ ചെയ്തവർക്കും ധാരാളം പണം ഉണ്ടായ അനുഭവമുണ്ട്. ചെയ്ത് നോക്കിക്കൂ. നമ്മുടെ വിദ്യ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ചിലപ്പോൾ ഒരു ഓട്ടോക്കാരായിരിക്കാം, ഓട്ടോ ഓടിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഒരുപാട് കസ്റ്റമേഴ്സ് റെസ്റ്റോറൻറ്റ് നടത്തുന്നവരുണ്ട്, സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ നടത്തുന്നവരുണ്ട്, പല പൊസിഷനിൽ ഇരിക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള ആളുകളുണ്ട്. ഇത് എല്ലാവർക്കും നല്ലതാണ്. ഏത് മേഖല ജോലി ചെയ്യുന്നവർക്കും അപാരമായ വശ്യമുണ്ടാകും, സമ്പത്ത് വശ്യമുണ്ടാകും, രാജവശ്യം ഉണ്ടാകും, ദേവവശ്യം ഉണ്ടാകും, ദൈവവശ്യം ഉണ്ടാകും, ഭൂതവശ്യം ഉണ്ടാകും, ജനവശ്യമുണ്ടാകും, സ്ത്രീവശ്യമുണ്ടാകും, പുരുഷവശ്യം ഉണ്ടാകും, സകല ഭൂതങ്ങളെയും വശ്യമാകും. ഇതൊക്കെ നല്ല കാര്യത്തിന് ഇത് ശിവലിംഗം മരിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നന്മ ഉണ്ടായിക്കോളും. ശിവലിംഗം തൊട്ടുള്ള ക്ലെയിം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നന്മ ഉണ്ടായിക്കോളും. ശിവലിംഗത്തെ ഇങ്ങനെങ്കിലും ഒന്ന് ധ്യാനിക്കാൻ പറ്റിയാൽ മഹാപുണ്യം. അത് എനിക്ക് ഇതുപോലെ ഒരു നന്മ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയതിന് ശിവഭഗവാനോടും പാർവ്വതീദേവിയോടും ഗുരുക്കന്മാരോടും നന്ദി പറയുന്നു. കാരണം എൻ്റെ വേറൊന്നുമില്ല നിങ്ങൾക്ക് തരാൻ. ഈ പരമമായ ജ്ഞാനം മാത്രമേ ഉള്ളൂ. അതാണ് നിങ്ങൾക്ക് തരുന്നത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഓം നർപ്പവി 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 എന്ന് വെച്ചാൽ നല്ലത് ഭവിക്കട്ടെ എന്ന തമിഴ് സിദ്ധ മന്ത്രമാണ്. കാകാപുശുണ്ടറിന്റെ മന്ത്രമാണ്. മഹാസിദ്ധനാണ് കാകാപുശുണ്ടർ. വസിഷ്ഠന്റെയും ഗുരുവാണ് കാകാപുശുണ്ടർ കേട്ടോ. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ഇതേത് കാര്യം ചിന്തിച്ചുകൊണ്ട് ജപിച്ചാലും ആ കാര്യം നല്ലതായിട്ട് വരും. നിങ്ങളൊരു സ്ഥലം മേടിക്കാൻ ആഗ്രഹിക്കുന്നു, അത് സങ്കല്പിച്ച് ജപിക്കുക, നല്ലതായിട്ട് വരും. നിങ്ങളുടെ ഒരു പ്രൊമോഷൻ സങ്കല്പിച്ച് ജപിക്കുക, നല്ലതായിട്ട് വരും. നിങ്ങൾക്കൊരു ലോൺ കിട്ടണം, സങ്കല്പിച്ച് ജപിക്കുക. നല്ലൊരു വിവാഹം, കുട്ടികളുടെ ഉയർച്ച, എന്തും സങ്കല്പിച്ച് ഓം നർപ്പവി 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 എന്ന് ജപിച്ചാൽ അത് നല്ലതായിട്ട് വരും. ഇത് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യാം. എന്ന് വെച്ച് ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടിയെ ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ ജോലിക്കടയിലോ ഒന്നുമല്ല, ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്തോളുക. ഇതും UK പോയ അമ്മ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ഞാൻ ഈ ഓം നർപ്പവി 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 എന്ന് മിക്കവാറും വീഡിയോ പറയാറുണ്ട്. അത് വീഡിയോ കാണുന്ന എല്ലാവരെയും മനസ്സിൽ കണ്ടുകൊണ്ട് അവർക്ക് നന്മ ഉണ്ടാവണമെന്ന് ചിന്തിച്ചാൽ, അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർക്ക് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ആ ചിന്തയല്ല ഞാൻ ജപിക്കണം. ശിവോഹം.